അപ്പോൾ അതേ ഇങ്ങോട്ട് നോക്കിയേ, നല്ല അടിപൊളി ഒരു കറിയാണ്. ബട്ടൺ കൂൺ വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. തേങ്ങയൊക്കെ വറുത്തരച്ച് പണ്ടുള്ള അമ്മമാരൊക്കെ വെക്കുന്ന പോലെ കൂണ് കറി വെക്കത്തില്ലേ, അതേപോലത്തെ കൂണാട്ടോ. ഇത് കടയിൽ നിന്ന് വാങ്ങുന്ന കൂണാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതേ ബട്ടൺ കൂൺ വെച്ചിട്ട് ഞാനൊരു നല്ല അടിപൊളി ഒരു വറുത്തരച്ചൊരു കൂണ് കറിയാണ് വെക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും തന്നെ കൂണ് കറി വെക്കാനൊക്കെ അറിയാം. ഞാൻ എൻ്റേതായ ഒരു രീതിയിലാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ. കൂണ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അതിന് വേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട്, കറിവേപ്പില, പച്ചമുളക്, തേങ്ങാക്കൊത്ത്, പിന്നെ കുറച്ച് തേങ്ങ തിരുമ്മിയത് എടുത്ത് വെച്ചിട്ടുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഈ മഴക്കാലമൊക്കെ വരുമ്പോൾ, കർക്കിടക മാസമൊക്കെ വരുമ്പോൾ നമുക്ക് പറമ്പിൽ നിന്നൊക്കെ കൂണ് കിട്ടും അല്ലേ. ആ കൂണൊക്കെ കറി വെച്ചാൽ എന്നാ ടേസ്റ്റാണെന്നറിയാമോ? വറുത്തരച്ച് കറി വെച്ചാലും തോരൻ വെച്ചാലും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. കൂണിനകത്ത് നന്നായിട്ട് ചെറിയുള്ളി ചേർക്കണം, അതേപോലെ തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് ചേർക്കണം കേട്ടോ. തേങ്ങ വറുത്തരച്ച് കറി വെക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഒരു കപ്പ് തേങ്ങ, ഒരു മുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബട്ടർ കൂൺ ഒരു 10-15 എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത് അതുപോലുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നല്ലൊരു കൂണ് കറി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന നല്ല കുറുകിയ ചാറോട് കൂടിയ കൂണ് കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ നമുക്ക് കൂണിൻ്റെ കൂടെ തന്നെ നമുക്ക് വഴറ്റിയെടുക്കാനാണ്. അപ്പോൾ ഉള്ളിയൊക്കെ ഇതേപോലെ ചെറുതായിട്ട് അരിയണം. അതേപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഈ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ അരിഞ്ഞെടുത്ത് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇത് വേണ്ട ചെറിയ ഉള്ളി ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇതേപോലെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോഴേ നമുക്ക് വഴറ്റുമ്പോഴൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് പിന്നെ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂണൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. കൂണ് നല്ല വേവല്ലേ. കൂണ് ഇതേപോലെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. കൂണ് വേവിക്കുന്നത് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. കുക്കറിലിട്ടിട്ട് ഒരു 4 വിസിലൊക്കെ അടിച്ചാൽ കൂണ് നന്നായിട്ട് വേകും കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ എല്ലായിടത്തും ഒന്ന് പിടിക്കണ്ടേ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 4 വിസിലടിപ്പിക്കണം കേട്ടോ. കൂണിന് നല്ല വേവുണ്ട് കേട്ടോ. നല്ല ഇറച്ചിയിൽ അതേപോലത്തെ വേവുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ എന്തായാലും കുക്കറിൽ വെച്ചിട്ട് ഒരു 4 വിസിലടുപ്പിച്ചിട്ട് എന്തായാലും കൂണ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അടുപ്പത്തൊക്കെ വെച്ചാൽ ഒരുപാട് സമയം ഇരിക്കണ്ടേ. അപ്പോൾ ഞാൻ കൂണ് കുക്കറിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ. അതേപോലെ നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. തേങ്ങ വറുത്തെടുക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തായിരുന്നു. എന്നിട്ട് ഞാൻ ഈ തേങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുവാണ്. തേങ്ങ നല്ല ഒരു ബ്രൗൺ കളറ് വരെ മൂത്ത് വരണം കേട്ടോ. അതേവരെ നമുക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് കണ്ടോ, തേങ്ങയൊക്കെ ഒരു വിധമൊക്കെ ഒരു വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. കൈ വിടാതെ ഇളക്കി കൊടുക്കണം. കൈ വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇളക്കാതെ ഇരുന്നാലുണ്ടല്ലോ അതിലേക്ക് പിന്നെ അങ്ങ് അടിവശം അങ്ങ് കരിഞ്ഞു പോകും കേട്ടോ. ഇപ്പോൾ ഒരുവിധം ഒരു സെറ്റായിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ അതിനകത്തേക്ക് ഞാൻ ഇച്ചിരി പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുവാണേ. പെരിഞ്ചീരകം ഇതിൻ്റെ തേങ്ങയുടെ കൂടെ കിടന്നങ്ങ് മൂത്തോട്ടെ അല്ലേ. അപ്പം ഞാനിതേ പെരിഞ്ചീരകം കൂടെ ഇട്ട് കൊടുത്തു. പെരിഞ്ചീരകം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് നന്നായിട്ടത് ഇളക്കി കൊടുക്കണം. പെരിഞ്ചീരകം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിനകത്തോട്ടൊരു ഇച്ചിരി ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില ഇത് തേങ്ങയുടെ കൂടെ കിടന്നങ്ങ് മൂത്തോട്ടെ. അപ്പോൾ അത് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഭാഗവും ഒരേപോലെ കളറ് വരണം, ബ്രൗൺ കളറ് വരണം. അതേപോലെ നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതേപോലെ ഇളക്കി നമുക്ക് ഇതിനകത്തേക്ക് ഇതുണ്ടോ നന്നായിട്ട് മൂത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ.
അപ്പോൾ അതിൻ്റെ നടുഭാഗം അങ്ങ് മാറ്റി കൊടുത്തിട്ട് ഞാൻ അതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു സ്പൂണെന്ന് വെച്ചാൽ ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് 1.5 സ്പൂണായിട്ട് കാണുന്നത്. 1.5 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറിയ സ്പൂണാണ്. പിന്നെ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി പൊടിച്ച ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ കൂണ് കറി വെക്കുന്ന ഒരു മൺചട്ടിയിലാണ്. മൺചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തു കേട്ടോ. തേങ്ങാക്കൊത്തൊന്ന് ഒരുവിധം സെറ്റായിട്ട് വരണം, ഒന്ന് മൂത്ത് വരണം കേട്ടോ. അപ്പോൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഇളക്കി കൊടുത്ത് തേങ്ങയൊക്കെ ഒരുവിധം ഒന്ന് മൂത്ത് വരട്ടെ, അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ ചട്ടി ആയതുകൊണ്ട് അടുക്കി പിടിക്കത്തൊന്നുമില്ല, നമുക്ക് അത് നന്നായിട്ട് ഇളക്കിയെടുത്താൽ മാത്രം മതി. അതിൻ്റെ കൂടെ ഞാൻ അതിനകത്തോട്ട് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുവാണേ. ചെറിയുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ പച്ചമുളകും ഇഞ്ചിയും എല്ലാം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അരിഞ്ഞ് വെച്ചതെല്ലാം പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് കൊടുക്കുവാണേ. എന്നിട്ട് വീണ്ടും നമുക്കത് നന്നായിട്ട് ഇളക്കി ഒന്ന് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇത് കണ്ടോ, ഇതേപോലെ തേങ്ങയൊക്കെ ഒരുവിധമൊക്കെ മൂത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാം നല്ല രീതിയിലൊന്ന് മൂത്ത് വരണം. അപ്പോൾ അതിനകത്ത് അരിയാത്തൊരു ചെറിയുള്ളി കിടന്നായിരുന്നു, അത് ഇങ്ങനെ മാറ്റി കേട്ടോ. എന്നിട്ട് ബാക്കിയെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് കണ്ടോ, നല്ല രീതിയിലൊന്ന് മൂത്ത് വരണം കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഈ സമയം ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല, ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അത് കുറച്ച് നേരം സിമ്മിലിട്ട് കൊടുക്കാം കേട്ടോ. സിമ്മിലിട്ട് കൊടുത്ത് നമുക്ക് അടച്ച് വെച്ച് ഇച്ചിരി നേരമൊക്കെ മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് സിമ്മിലിട്ട് കൊടുക്കുന്നതേ ഉള്ളൂ, സിമ്മിലിട്ട് കൊടുത്ത് അടച്ചൊന്നും വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇത് കണ്ടോ, നല്ലൊരു കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ചെറിയുള്ളിയൊക്കെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാം ചെറിയുള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കൂണല്ലേ, വേവിച്ച് വെച്ചിരിക്കുന്ന കൂൺ അങ്ങ് ചേർത്ത് കൊടുക്കാം. കൂണ് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. കൂണ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്ത് കൂണൊന്ന് നല്ല രീതിയിലൊന്ന് സെറ്റായിട്ട് വരണം കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്ത് ആ സവോള ചെറിയുള്ളിക്കകത്തോട്ടൊക്കെ ഞാൻ പൊടികളൊക്കെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. പൊടികളൊക്കെ ലാസ്റ്റാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിനകത്തുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് വന്നു. ഞാനിത് വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ അത് കണ്ടില്ലായിരുന്നു. എന്നാലും ഇത് എല്ലാം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. കൂണും നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് കുഞ്ഞായിട്ടൊന്ന് പറ്റണം കേട്ടോ. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം അടച്ചൊക്കെ വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം കൂണൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്കിനിയുണ്ടല്ലോ നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് പറ്റി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സമയം കൂടെ ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ച് കുറച്ചുകൂടെ ഒന്ന് വെള്ളം പറ്റിക്കുകയാണ്. വെള്ളം പറ്റി കഴിഞ്ഞപ്പോഴത്തേനുണ്ടല്ലോ ഇതുകൊണ്ട് നല്ല രീതിയിൽ അത് നന്നായിട്ടൊന്ന് പറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയം ഞാൻ ഇതിനകത്തോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കുവാണ്. അരപ്പ് തേങ്ങായും നമ്മൾ വറുത്ത് വെച്ചത് അതിനകത്ത് നല്ല രീതിയിൽ മഷി പോലെ അരച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ടോ. കൂണുകറിക്കകത്തോട്ട് കറിവേപ്പിലയും ഇഞ്ചിയൊക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നോ, എന്തൊരു മണവും ടേസ്റ്റുമാണെന്നറിയണം. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ കൂണുകറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് സമയം കൂടെ ഇരിക്കാം. അതിന് ശേഷം ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തു. എന്നിട്ട് ഞാനതിലേക്ക് കടുകൊക്കെ താളിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയല്ലേ കാണാൻ, കഴിക്കാനും പൊളി ടേസ്റ്റാണ്. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. ഈ കൂണുകറിയും കപ്പയും വാട്ടുകപ്പയും കൂണുകറിയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ചിലപ്പോഴൊക്കെ കൂണ് വാങ്ങുമ്പോൾ വാട്ടുകപ്പ ഉണ്ടെങ്കിൽ അത് വേവിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.